ബ്രിജ്മോഹൻ ബായിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. നിങ്ങളേവരുടെയും സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ബാബ വതനത്തിലേക്ക് വിളിച്ചപ്പോൾ വതനത്തിൽ ഇന്നത്തെ ദൃശ്യം ഇതായിരുന്നു. നമ്മുടെ സഹോദരനായ ബ്രിജ്മോഹൻജി ബാബയോടൊപ്പം ബാബയുടെ ഒരു വശത്ത് നിൽക്കുകയായിരുന്നു. വളരെയധികം സുന്ദരമായ രൂപമായിരുന്നു. വളരെയധികം പ്രകാശമുള്ള, പൂർണ്ണമായും തിളങ്ങുന്ന മുഖം, സമ്പന്നമായ മുഖം എന്ന് പറയാം. അപ്പോൾ ഞാൻ ബാബയിൽ നിന്നും ദൃഷ്ടി എടുത്തു. പിന്നെ ബ്രിജ്മോഹൻ ബായിൽ നിന്നും ദൃഷ്ടിയുടെ കൊടുക്കൽ വാങ്ങൽ നടന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ പറഞ്ഞു, ഇവിടെ സൂക്ഷ്മവതനത്തിലെ ദൃശ്യം വേറെയാണ്. താങ്കളുടെ വർത്തമാന സാകാര ലോകത്തിലെ ദൃശ്യം വിട പറയലിൻ്റേതാണ്. എന്നാൽ ബാബയുടെ അടുക്കൽ എപ്പോഴാണോ ആത്മാവ് തൻ്റെ പാർട്ട് പൂർത്തിയാക്കി വതനത്തിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ അവിടെ, അതായത് വതനത്തിൽ, ഒരു തരത്തിലുള്ള സെലിബ്രേഷൻ നടക്കുകയായിരുന്നു. കാരണം ബ്രിജ്മോഹൻജിയുടേത് എപ്രകാരത്തിലുള്ള സ്വഭാവം ആയിരുന്നുവോ, അപ്പോൾ അവിടെയും ഒരു രമണീകത ഉണ്ടായിരുന്നു. അതിൽ എല്ലാ കൂട്ടുകാരും, ആരെല്ലാമാണോ വതനത്തിൽ വന്നത്, അതിൽ എല്ലാ മുതിർന്ന സഹോദരന്മാരും, നമ്മുടെ ദാദിയും അവരുമെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഓരോരുത്തരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഭായിജിയുടെ സ്വാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. തികച്ചും വേറിട്ടതായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്നും ശരീരത്തെ പ്രതിയും എന്തെല്ലാം ആദരാഞ്ജലികൾ നൽകേണ്ടത് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ ഒരു ശോഭനീയത ഉണ്ടായിരുന്നു. അതിൻ്റേതായ രീതിയിൽ എല്ലാവരുടെയും കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു, ബാബ, അങ്ങേ പ്രതിയും ബ്രിജ്മോഹൻ ബായിയെ പ്രതിയും മറ്റേതെല്ലാം അഡ്വാൻസ് പാർട്ടിയിലെ ആത്മാക്കളുണ്ടോ എല്ലാവർക്കും ഭോഗമായി വന്നിരിക്കുകയാണ്. ബാബ ഭോഗ് സ്വീകരിച്ചു. ബാബ എല്ലാവരെയും, ബ്രിജ്മോഹൻജിയെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. ഭായിജിയും നല്ല രീതിയിൽ ഭോഗ് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം യജ്ഞത്തിൻ്റെ ഭോജനമാണ്, ബ്രഹ്മഭോജനമാണ്. അപ്പോൾ ഭായിജി വളരെ നല്ല രീതിയിൽ ഭോഗ് സ്വീകരിച്ചു. പിന്നെ ബാബ എല്ലാ അഡ്വാൻസ് പാർട്ടിയിലെ ആത്മാക്കളോടും കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളും ഭോഗ് സ്വീകരിച്ചാലും. എനിക്കും ഏതാനും നിമിഷത്തേക്ക് തോന്നി സാകാരവതനവും സൂക്ഷ്മവതനവും ഒന്നായി മാറിയതുപോലെ. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ, യജ്ഞത്തിൻ്റെ മുഖ്യമായ സ്ഥാപനയുടെ കാര്യത്തിൽ, പാലന നൽകുന്നതിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ബാബയുടെ സഹചാരി ആയിരുന്നു. ബാബ പറഞ്ഞു, നോക്കൂ, ആരാണോ മുഖ്യമായും സ്ഥാപനയുടെ കാര്യത്തിലും പാലന നൽകുന്നതിൻ്റെ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ ബാബയുടെ സഹചാരികൾ ആയിരുന്നത്, ബാബ പറഞ്ഞു, നോക്കൂ, അവർ സമ്പന്നമാകുന്നത്, അവർ സമ്പൂർണമാകുന്നത് സത്യയുഗത്തിൻ്റെ ലോകത്തിൻ്റെ നേർക്ക് കൂടുതൽ ചുവടുകൾ വയ്ക്കുന്നത് പോലെയാണ്. അതിനോടൊപ്പം അത് യജ്ഞത്തിൻ്റെയും സമ്പന്നതയാണ്. ഏത് ആത്മാവ് ഏത് പാർട്ടാണോ ലഭിച്ചിട്ടുള്ളത്, ഓരോ ദാദിക്കും ഓരോ മുതിർന്ന സഹോദരന്മാർക്കും അവരവരുടേതായ പാർട്ട് ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, അവരുടെ പാർട്ട് പൂർത്തിയാകുന്നതനുസരിച്ച് തീർച്ചയായും നിസ്സംശയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, ഇപ്പോൾ അവരില്ല ഇവരില്ല എന്നൊക്കെ. ബാബ പറഞ്ഞു, അല്ല, സാകാരത്തിൽ നിങ്ങളുണ്ട്, അവർ അവ്യക്ത രൂപത്തിൽ ഉണ്ട്. രണ്ടുപേരും ചേർന്നാണ്
മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ഇത് ചിന്തിക്കരുത്. അഡ്വാൻസ് പാർട്ടിയാണ്, അപ്പോൾ അവരുടെ എന്ത് പാർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടേത് എന്ത് പാർട്ടാണ്? ബാബ പറഞ്ഞു, കാര്യം ഒന്ന് തന്നെയാണ്, സ്ഥാപനയുടേത്. സത്യുഗി ലോകം ഉണ്ടാക്കണം, പുതിയ ലോകം ഉണ്ടാക്കണം. കാര്യം ഒന്ന് തന്നെയാണ്. എന്നാൽ താങ്കൾ സാകാര രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ അവ്യക്ത രൂപത്തിൽ. അവർ സാകാര ശരീരത്തിൽ ആയിരിക്കുകയാണെങ്കിലും തീർച്ചയായും അവരുടെ കാര്യം താങ്കളുടെ കൂടെ തന്നെയാണ്. എല്ലാവരും ഒത്തുചേർന്നാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ബ്രിജ്മോഹൻ ഭായിയോട് പറഞ്ഞു, എല്ലാവരും താങ്കൾക്ക് വേണ്ടി വളരെയധികം സ്നേഹസ്മരണകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ബ്രിജ്മോഹൻ ഭായ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പുഞ്ചിരിച്ചുകൊണ്ട് പറയുവാൻ തുടങ്ങി, ഞാനും ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വദനത്തിൽ നമ്മൾ എല്ലാവരെയും ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണോ? ബ്രിജ്മോഹൻ ഭായ് പറഞ്ഞു, ആരെല്ലാമാണോ ഇത്രയും സമയം ശരീരത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ ഉള്ളതായിരുന്നിട്ടും വളരെയധികം സ്നേഹത്തോടെ അന്തിമ നിമിഷം വരെയും പരിപാലിച്ചു. അവർ തൻ്റെ സ്നേഹത്തോടെയും ഭാവനകളോടെയും വളരെയധികം സേവനം ചെയ്തു. അപ്പോൾ ഞാൻ ആ എല്ലാ പേർക്കും വളരെയധികം താങ്ക്സ് പറയുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന താങ്കളുടെ സഹചാരികൾ താങ്കളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കുറവുകൾ അവശേഷിച്ചുവെങ്കിൽ പറയണം. അപ്പോൾ ബ്രിജ്മോഹൻ ഭായ് പുഞ്ചിരിച്ചു. ഭായ്ജി ഉത്തരം നൽകിയില്ല. പിന്നെ അതിനുശേഷം ബാബ പറഞ്ഞു, ഓരോ വിശേഷ ആത്മാവും അവ്യക്തം ആകുമ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങളും സാകാര രൂപത്തിൽ സമ്പന്നമാക്കുവാൻ, അതായത് മുഴുമിപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ അവർ അവ്യക്തമായി സമ്പന്നമാക്കുന്നു. അപ്പോൾ സമ്പന്നമായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഇന്ന കാര്യം നടന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നത്. ബാബു പറഞ്ഞു, നോക്കൂ, ബ്രിജ്മോഹൻ ഭായിയുടെ ഈ ഒരു വിശേഷതയുണ്ട്. സർവ വിശേഷതകളും ഉണ്ടായിരുന്നു. എപ്പോൾ മുതലാണോ ബാബയുടേതായത്, അപ്പോൾ തൻ്റെ മനസ്സിൽ ഒരേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബാബ എന്ത് പറയുന്നുവോ അത് ധാരണയുടെ രൂപത്തിലും വ്യവഹാരത്തിൻ്റെ രൂപത്തിലും സേവനത്തിനു വേണ്ടി ബാബയുടെ എന്തെല്ലാം ഡയറക്ഷൻ ഉണ്ടായിരുന്നുവോ അതിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരിക എന്നത് രാവും പകലും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തൻ്റെ തപസ്യയുടെയും സേവനത്തിൻ്റെയും വളരെയധികം ബാലൻസ് ഉണ്ടായിരുന്നു. സേവനത്തിലാണ് തൻ്റെ ബുദ്ധി പ്രവർത്തിപ്പിച്ചിരുന്നത്, വ്യാപൃതമായിരുന്നത് എന്നല്ല. എന്നാൽ തപസ്യയുടെ കാര്യത്തിലും അത്രയും ശ്രദ്ധയുണ്ടായിരുന്നു. അമൃതവേളയായാലും തൻ്റെ ചാർട്ട് വയ്ക്കുന്നതായാലും എല്ലാ രീതിയിലും ഒരു തപസ്വി മൂർത്തി ആയിരുന്നു. ഈ ഒരു സന്തുലനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, മുഴുവൻ ബ്രാഹ്മണ കുലത്തിലും എല്ലാ സഹോദരന്മാർക്ക് വേണ്ടിയും വിശേഷിച്ച് പ്രേരണാദായകമായിരുന്നു. ഏവരും തപസ്യയുടെയും സേവനത്തിൻ്റെയും ഒരു സന്തുലനം ജീവിതത്തിൽ വയ്ക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ്. ബാബ ബ്രിജ്മോഹൻ ഭായിയെക്കുറിച്ച് പറഞ്ഞു, നോക്കൂ, ഓരോരുത്തരുടെയും പാർട്ട് വിശിഷ്ടമാണ്, അലൗകികമാണ്, അനുപമമാണ്. ഇദ്ദേഹത്തിൻ്റെ വിശേഷ പാർട്ട് ഇതായിരുന്നു. എങ്ങനെ ബാബയുടെ ശ്രീമത്തിലൂടെ ബാബയുടെ ആജ്ഞകളുടെ ആധാരത്തിൽ ബാബയെ പ്രത്യക്ഷമാക്കാം. ബാബ ഏത് പ്രകാരത്തിൽ ഏത് സേവനം നൽകിയോ അതിനെ സമ്പന്നമാക്കണം അഥവാ പൂർത്തീകരിക്കണം എന്ന്. ഇന്ന് ഇങ്ങനെ സംഭാഷണം നടന്നു. ബാബയെ പറയുകയായിരുന്നു. ബ്രിജ്മോഹൻ ഭായിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബ ഇനിയും എന്തെങ്കിലും സൂചന നൽകണം. ബാബ പറഞ്ഞു, ഒരു ആത്മാവ് അവ്യക്തം ആകുന്നത് ഈ വർഷം ആണെങ്കിൽ പല അനന്യ ആത്മാക്കളും അവ്യക്തമായി. ബാബു പറഞ്ഞു, ഇത് ഒരു ലോസ് അഥവാ നഷ്ടം അല്ല,
നമ്മുടെ എല്ലാവരും പോയി എന്ന് തോന്നരുത്. ഇതിനെ ലോസായി മനസ്സിലാക്കുവാൻ പാടില്ല. അവരെല്ലാവരുടെയും ഉയർന്ന സ്റ്റെപ്പായി. ബാബ പറഞ്ഞു, അവരുടെ പാർട്ട് മാറി. എന്നാൽ നിങ്ങളുടെ പാർട്ട് എന്താണ്? അത് വിശിഷ്ടമായി കൂടുതൽ ബാബയുടെ കാര്യത്തിൽ പൂർണ്ണ രീതിയിൽ താൽപ്പര്യത്തോടെ സമ്പന്നമാകേണ്ടതുണ്ട്. അപ്പോൾ അവർ പോകുന്നതും അവ്യക്തമാകുന്നതും എല്ലാ ആത്മാക്കളെ സംബന്ധിച്ചും മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഉപാധി കൂടിയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഈ ഈശ്വരീയ പരിവാരത്തിലെ ബാബയുടെ ഓരോ കുട്ടിയും ഉള്ളിൽ ഈ ദൃഢസങ്കല്പം എടുക്കണം. ഇപ്പോൾ എനിക്ക് ഇനിയും മുന്നോട്ട് ചുവട് വെച്ച് സമ്പന്നമാകണം, സമ്പൂർണമാകണം. ഓരോരുത്തർക്കും ബാബ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ചെയ്യണം. ഈ 3 കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തൻ്റെ സ്ഥിതി സമ്പൂർണവും സമ്പന്നവും അവ്യക്തവും ആക്കിക്കൊണ്ടേ പോകൂ. നമ്മളെല്ലാവരും സാകാരവതനത്തിലും സൂക്ഷ്മവതനത്തിൽ അവ്യക്ത രൂപത്തിലും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തോന്നി. ഈ ഒരു ഫീലിംഗ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകം അല്ല, എല്ലാവരും ഒരുമിച്ചാണ്, ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം വീണ്ടും ബാബയും സ്നേഹസ്മരണകൾ നൽകി. ഒപ്പം ബ്രിജ്മോഹൻ ബായിയും എല്ലാവരെ പ്രതിയും സ്നേഹസ്മരണകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വളരെയധികം താങ്ക്സ് പറയുകയാണ് എല്ലാവരുടെയും സ്നേഹത്തിന് വേണ്ടിയും. ഓരോ കാര്യത്തിലും സഹചാരിയായി ആരെല്ലാം ഇത്രയും വർഷം സേവനം ചെയ്തുവോ അവർക്കും വീണ്ടും വീണ്ടും മുഴുവൻ ഈശ്വരീയ പരിവാരത്തെ പ്രതിയും എൻ്റെ സ്നേഹസ്മരണകളും നൽകണം. അവരോട് പറയണം, ഇപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. കാരണം സമയം അധികമില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുമിച്ച് കാര്യത്തെ സമ്പന്നമാക്കണം. ഇങ്ങനെയുള്ള സംഭാഷണവും കൂടിക്കാഴ്ചയും നടന്നു. പിന്നെ ബാബ വീണ്ടും ദൃഷ്ടി നൽകി ഞാൻ ഇവിടെ തിരികെ എത്തിച്ചേർന്നു. ഓം ശാന്തി.